ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻറ്റഗ്രേഷൻ ആയിരുന്നു അല്ലേ. ഇൻറ്റഗ്രേഷൻ്റെ ബേസിക്സും അതിൻ്റെ ഫോമുലകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി കുറച്ച് മെത്തേഡ്സ് ഓഫ് ഇൻറ്റഗ്രേഷനും അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മെത്തേഡ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പം അതിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മെത്തേഡ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, സോ വി ക്യാൻ അറ്റ് എ ഹെഡിങ് മെത്തേഡ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ഇത് ഓരോ ഫോമുകളാണ് ആക്ച്വലി. ഇത് ഓരോ ഈ ഫോമിൽ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഓക്കെ, ഫസ്റ്റ് ഫോം ഈസ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് ഫോം. ഇതാണ് ഫസ്റ്റ് ഫോം. ഓക്കെ, ഇങ്ങനെ വന്നാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇൻറ്റഗ്രൽ എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് തന്നെ സാധനം ചെയ്യാം. അതായത് ഞാൻ ആദ്യം എക്സ്പാൻഡ് ചെയ്തിട്ട് അത് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഇതെന്ത് ചെയ്യണം, യു ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യു ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് എഴുതും അല്ലേ. അപ്പോൾ എന്ത് പറയും, ഇൻറ്റഗ്രൽ യു റേസ് ടു എൻ ഡി എക്സ് എന്ന് വരും. അപ്പോൾ യു റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്, യു റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. ശരിയാണല്ലോ. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ ഈ ഡി എക്സ് എന്നുള്ള സാധനം വരും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ യു ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഇതിൽ ഡി യു ബൈ ഡി എക്സ് കാണും. അപ്പോൾ എന്താ പറയുക, എ. ശരിയല്ലേ. അപ്പോൾ ഈ ഡി എക്സിന് പകരം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഡി യു ബൈ എ എന്ന് വരും. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ എഴുതുക, അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡി എക്സിന് പകരം എന്ത് ചെയ്യണം, ഡി യു ബൈ എ എന്ന് എഴുതണം. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി യു ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ഡി എക്സിന് പകരം എന്ത് ചെയ്യണം, ഡി യു ബൈ എ എന്നാണ് നമ്മൾ എഴുതി വെക്കണം. അപ്പം ആൻസർ എന്ത് വരും, ഈ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. അപ്പോൾ 1 എ ഇൻറ്റു യുവിന് പകരം എന്ത് ചെയ്യാം, എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഇ എൻ പ്ലസ് വൺ പ്ലസ് സി. ക്ലിയർ. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം. എങ്ങനെ ഏതാണെന്ന് വെച്ചാൽ ഈ സാധനം തന്നെ ഇൻറ്റഗ്രൽ എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താ, ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ അല്ലേ. പിന്നെ ഏതിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്യണം, ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്യണം. ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അത് ഡിഫറൻസിയേഷൻ ആകുമ്പോൾ ഇൻറ്റു എ എന്നായിരുന്നു ചെയ്തത്. ഇവിടെ ഇൻറ്റഗ്രേഷൻ ആകുമ്പോൾ 1 എ എന്ന് എഴുതണം. അത്രേ ഉള്ളൂ. സോ ആൻസർ വിൽ ബി 1 എ ഇൻറ്റു എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി. ക്ലിയർ. ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. ഇൻറ്റഗ്രൽ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. നേരത്തെ പോലെ ഇതിനെ യു ആയിട്ട് കൺസിഡർ. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അപ്പോൾ ഡി യു ഈക്വൽ ടു എ അല്ലേ, ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഇതിൽ ഡി എക്സ് എന്ത് വരും, ഡി യു ബൈ എ. അപ്പോൾ ഇത് മാറ്റി എഴുതുമ്പോൾ ഇൻറ്റഗ്രൽ സൈൻ യു ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു ബൈ യു. അപ്പോൾ 1 എ പുറത്തെടുക്കുക, ഇൻറ്റഗ്രൽ സൈൻ യു ഡി യു. അപ്പോൾ 1 എ ഇൻറ്റഗ്രൽ സൈൻ യു എന്ന് പറയുന്നത് എന്താണ്, മൈനസ് കോസ് യു ഡി യു. സോ ആൻസർ വിൽ ബി കോസ് യു അല്ല, കഴിഞ്ഞു അല്ലേ, ഇൻറ്റഗ്രേഷൻ പ്ലസ് സി. അപ്പോൾ 1 എ ഇൻറ്റു മൈനസ് കോസ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്, എ എക്സ് പ്ലസ് ബി പ്ലസ് സി. ഇതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഏതൊരു ഇൻറ്റഗ്രേഷൻ വന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഫോമുല പഠിച്ചു വെച്ചാലും മതിയാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻറ്റഗ്രൽ എ റേസ് ടു എക്സ് പ്ലസ് ബി ഡി എക്സ് ആണ് കാണുന്നതെന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുക. ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് തന്നെ. പിന്നെ ഇതിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുക, ഈ ചെറിയ ടീമിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്താ, 1 എ. ആൻസറായി. ക്ലിയർ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ പ്ലസ് സി കേട്ടോ, പ്ലസ് സി ഉണ്ടാവും. ഓക്കെ, ഒന്നുകിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യുവിൻ്റെ മെത്തേഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ആ എല്ലാത്തിൻ്റെ കൂടി ബൈ എ എടുക്കണം എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് പറയുവാണെങ്കിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ഫസ്റ്റ് സൈൻ ഓഫ് എല്ലാം ഞാൻ എ എക്സ് പ്ലസ് ബീൻ്റെ ടേംസിൽ പറയാം. ഓക്കെ, അപ്പോൾ എ എക്സ് പ്ലസ് ബി ടി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 എ മൈനസ് കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി പ്ലസ് സി. അതുപോലെ ഇൻറ്റഗ്രൽ കോസ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായാലും 1 എ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എ എക്സ് പ്ലസ് ബി ഡി എക്സ് എന്ന് പറഞ്ഞാലോ ഇറ്റ് വിൽ ബി 1 എ ടാൻ ഓഫ് എ എക്സ് പ്ലസ് ബി
പ്ലസ് സി. ഇങ്ങനെ എല്ലാ ഫംഗ്ഷൻ്റെ കൂടിയും 1/a ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ ക്ലിയർ. ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ എല്ലാത്തിനോട് 1/a. അതിൻ്റെ കാരണം ഇതാണ്, ഇത് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ, അതായത് AX പ്ലസ് ബീനെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ AX പ്ലസ് ഇൻ്റഗ്രൽ AB എന്ന് വരിക, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ മാത്രമാണ് വരിക. ഇൻ്റഗ്രൽ അതായത് ഇൻ്റഗ്രൽ A ഇൻറ്റു ഇൻ്റഗ്രൽ X dx ആണ്. X dx എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ A ഇൻറ്റു A മാത്രം വരും, അല്ലെ? A ഇൻറ്റു ഇൻ്റഗ്രൽ അല്ല. അപ്പോൾ ഇൻ്റഗ്രൽ AX dx എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/a. ക്ലിയർ. അപ്പോൾ ഓരോ ഇൻ്റഗ്രൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 1/a മാത്രം എന്ത് ചെയ്താൽ മതി? പുറത്തെടുത്താൽ മതി. ക്ലിയർ. ഇല്ലെങ്കിൽ അത് വന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, ഇത് ആലോചിക്കണമെന്നില്ല. വന്ന മെത്തേഡാണ് നേരത്തെ പറഞ്ഞത്. എന്ത് ചെയ്യുക, യു ഒക്കെ എടുത്ത് വരുമ്പോൾ ലാസ്റ്റ് എന്ത് വരും? ഒരു 1/a മാത്രമേ എക്സ്ട്രാ വരുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഇൻ്റഗ്രേഷൻ പോലെ ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു 1/a എന്നും കൂടി പുട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ക്ലിയർ. അതാണ് നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിൽ പറയാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇൻ്റഗ്രൽ കോസ് ഓഫ് 3x - 4 എന്തായിരിക്കും? നമ്മളൊന്ന് പറയൂ. ഡയറക്റ്റായിട്ട് എഴുതുമ്പോൾ കോസ് എക്സിൻ്റെ സൈൻ എക്സ്, അപ്പോൾ സൈൻ ഓഫ് 3x - 4 ഡിവൈഡഡ് ബൈ 3 കഴിഞ്ഞു. മനസ്സിലായില്ല? ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ആ പ്രോബ്ലത്തിനൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു പ്രോബ്ലം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേറ്റ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഒരു ടൈപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ട്രിഗ്നോമെട്രീൻ്റെ ടൈപ്പിൽ നമ്മൾ ട്രിഗ്നോമെട്രീൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ട്രിഗ്നോമെട്രീൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മൾ കൃത്യമായിട്ട് ട്രിഗ്നോമെട്രിക്ക് റേഷ്യോസൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ sin² x dx ആണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ sin² x നമ്മൾ ഏത് ടേമിലാക്കേണ്ടി വരും? 1 - cos 2x / 2 എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? 1 - cos 2x / 2 dx എന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ടേം എടുക്കണം. 1/2 ഇൻ്റഗ്രൽ -cos 2x dx, ആദ്യം ഇൻ്റഗ്രൽ 1 dx മൈനസ് ഇൻ്റഗ്രൽ cos 2x dx. 1/2 ഇൻറ്റു നിങ്ങൾക്ക് കിട്ടും x - sin 2x / 2 dx. അപ്പോൾ ആ റിസൾട്ട്സ് പഠിച്ച് വെക്കലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അതുകൊണ്ട് ഒന്നാമത്തെ റിസൾട്ടായിട്ട് എഴുതി തരാം. ഇൻ്റഗ്രൽ sin² dx എന്ന് കണ്ട അതിൻ്റെ ആൻസർ 1/2 ഇൻറ്റു x മൈനസ് sin 2x / 2 പ്ലസ് c. ഒന്നെങ്കിൽ റിസൾട്ട് പഠിക്കുക, അല്ലെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കിയാലും മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. cos² dx എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു x പ്ലസ് sin 2x / 2 പ്ലസ് c. ക്ലിയർ. ഇനി അടുത്തൊരു ഇൻ്റഗ്രലിൻ്റെ ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഈ ഫോംസ് ആണ്. ഇൻ്റഗ്രൽ sin ax cos bx dx. ഇതേത് ഫോമിലാണ് ഉള്ളത്? നമ്മുടെ sin a cos b എന്ന് പറഞ്ഞ ഫോമിലാണ് ഉള്ളത്, ശരിയല്ലേ? sin a cos b എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഹാഫ് ഇൻറ്റു sin of a പ്ലസ് ബി പ്ലസ് sin of a മൈനസ് ബി എന്നാണ്, അല്ലേ? അപ്പോൾ ആ ഒരു ഫോമിലുള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ sin 3x cos x dx ആണെങ്കിൽ എന്ത് വരും? ഇറ്റ് വിൽ ബി ഹാഫ് ഓഫ് ഇൻ്റഗ്രൽ sin of a പ്ലസ് ബി എന്ന് പറയാം 3x പ്ലസ് എക്സ്, അതറിയാം sin 4x പ്ലസ് sin of 2x, അല്ലേ? 3x മൈനസ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായാലും sin 3x എന്ന് വെച്ചാൽ cos -4 cos x. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി, പ്ലസ് മൈനസ് cos 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് c. ക്ലിയർ. അതാണ് അതിൻ്റെ മെത്തേഡ്സ്. ഇതുപോലെ നമ്മൾ ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? മാറ്റേണ്ടി വരും, അല്ലേ? അപ്പോൾ നമ്മൾ ആ സിഗ്നോമെട്രിക് റേഷ്യോകൾ നിങ്ങൾ ഒന്നും കൂടി ഓർത്ത് വയ്ക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ്. ഏതൊക്കെ? sin a cos b എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 sin a പ്ലസ് ബി പ്ലസ് sin of a മൈനസ് ബി. അതുപോലെ cos a sin b എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 sin of a പ്ലസ് ബി മൈനസ്
സൈൻ ഓഫ് എ മൈനസ് ബി അല്ലേ. അപ്പോൾ ആ ഫോർമുലാസൊക്കെ അല്ലെങ്കിൽ ആ ട്രിഗണോമെട്രിക് റേഷ്യോസൊക്കെ മനസ്സിലാക്കി. ഇതുപോലെ കോസ് എ സൈൻ ബി ഉണ്ട്, അതുപോലെ അല്ല കോസ് എ കോസ് ബി ഉണ്ട്, അതുപോലെ സൈൻ എ സൈൻ ബി ഉണ്ട് അല്ലേ. അപ്പോൾ ആ ട്രിഗണോമെട്രിക് റേഷ്യോസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതിൽ എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ ഇൻ്റഗ്രൽ കോസ് 3x ഇൻറ്റു കോസ് 2x ഡി എക്സ് ആണെങ്കിൽ എന്ത് വരും, ഇറ്റ് വിൽ ബി 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എ പ്ലസ് ബി അല്ലേ. കോസ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ കോസ് 5x കോസ് എക്സ്. ട്രിഗണോമെട്രി വ്യക്തമല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് ട്രിഗണോമെട്രി എടുത്ത് കഴിഞ്ഞിട്ട് അല്ല ട്രിഗണോമെട്രി പഠിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രോബ്ലത്തിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ക്ലിയർ. ഇനി അടുത്തൊരു ട്രിഗണോമെട്രീൻ്റെ ടൈപ്പ് ഓഫ് ഫോർമുലകളാണ് ഇത്. ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ്, അതുപോലെ ഇൻ്റഗ്രൽ കോസ് ക്യൂബ് എക്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം അപ്ലൈ ചെയ്യുന്ന ട്രിഗണോമെട്രി തന്നെയാണ്. സൈൻ ക്യൂബ് എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സൈൻ 3x എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൈൻ ക്യൂബ് എക്സ് ഇവിടെ നിന്ന് കിട്ടും. എന്താ കിട്ടുക, അപ്പോൾ സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇൻ്റഗ്രൽ 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4. എന്നിട്ട് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കാണാം. ക്ലിയർ. ഇൻ്റഗ്രേഷൻ കാണാൻ നമ്മൾ പഠിച്ചല്ലോ, പക്ഷേ നമുക്ക് ആ ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് നമുക്ക് തപ്പുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ട്രിഗണോമെട്രിക് റേഷ്യോ പഠിക്കാം. അതുപോലെ ഒരു ക്വസ്റ്റ്യനാണ് ഇൻ്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. നമ്മളെങ്ങനെ കാണും, നമ്മളെങ്ങനെ കാണാം, ആദ്യം കോസ് 3xൻ്റെ ഫോർമുല പറഞ്ഞാൽ മതി. എന്താണ് 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോസ് ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇറ്റ് വിൽ ബി കോസ് 3x പ്ലസ് 3 കോസ് എക്സ് ബൈ 4. ക്ലിയർ. ഇതിൻ്റെ ഗ്രേറ്റ് എന്തൊരു 1/4 പുറത്തെടുക്കുക. കോസ് 3x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സൈൻ 3x ബൈ 3 പ്ലസ് 3 സൈൻ എക്സ് പ്ലസ് സി. ക്ലിയർ. അപ്പോൾ ആ ഒരു ഫോർമുലാസ് നമുക്ക് എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാവണം, എന്നാലും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇതുപോലെ ഒരുപാട് ഫോർമുലകൾ നമ്മൾ വരുന്ന നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഓക്കെ. ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഇടയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സാധനമാണ് സൈൻ സ്ക്വയർ 2x എന്ന് പറയുന്ന സാധനം. എന്താണ് 1 മൈനസ് കോസ് 4x ഡിവൈഡഡ് ബൈ 2. അതുപോലെ കോസ് സ്ക്വയർ 2x എവിടെയെങ്കിലും കാണുവാണെങ്കിൽ 1 പ്ലസ് കോസ് 4x ബൈ 2. ഓക്കെ. അപ്പോൾ ഈ ഫോർമുലാസും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതും കൂടി നമ്മളെ ട്രിഗണോമെട്രിക് റേഷ്യോകൾ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോകൾ ക്ലിയർ ആയിരിക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഓക്കെ. ഇനി നമ്മൾ അറിയേണ്ട സാധനമാണ് അടുത്ത ഒരു ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോമാണ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു n മൈനസ് 1 എഫ് ഓഫ് എക്സ് റേസ് ടു n ഡി എക്സ്. ക്ലിയർ. അതായത് ഈ ഒരു ടൈപ്പ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് അല്ല, എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതെങ്ങനെ കാണും, നമ്മൾ നേരത്തെ പോലെ യു എടുക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ എന്ത് യു. അപ്പോൾ യു ഈക്വൽ ടു എന്താണ് എക്സ് സ്ക്വയർ ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 2x. അപ്പോൾ അതിൽ ഡി യു എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതണം, 2x ഡി എക്സ് എന്ന് എഴുതണം. ക്ലിയർ. അല്ലെങ്കിൽ നമുക്ക് എക്സ് ഡി എക്സ് മാത്രമാണ് വരുന്നതെങ്കിൽ ഡി യു ബൈ 2 ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് എഴുതുക. ഈ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക, എക്സ് ഡി എക്സ് എന്നുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. കാരണം നമ്മൾക്ക് ഇവിടെ പ്രോബ്ലത്തിൽ എക്സ് ഡി എക്സ് ഉണ്ട്, അപ്പോൾ അതിന് വരെ ഡി യു ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഓഫ് എക്സ് സ്ക്വയർ സൈൻ യു ഇൻറ്റു ഡി യു. ക്ലിയർ. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ യു ഇൻറ്റു ഡി യു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡി യു ബൈ 2 ഉണ്ടല്ലോ. അപ്പോൾ എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ യു ഡി യു. സോ ഹാഫ് ഇൻറ്റു സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് യു പ്ലസ് സി. ക്ലിയർ. അപ്പോൾ ഇതാണ് ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഒരെണ്ണം കൂടി ചെയ്തു തരാം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ക്യൂബ് ഡി എക്സ്. ഓക്കെ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഇത് യു എടുക്കുക. ഇത് യു എടുത്താലുള്ള ഗുണം എന്താ, ഡി യു എന്ന് പറഞ്ഞാൽ എന്താ 3x സ്ക്വയർ ഡി എക്സ് ആയി. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഡി എക്സിന് നമുക്ക് എന്ത് എഴുതാം, ഡി യു ബൈ 3 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. അപ്പം ഇതിന് പകരം നമുക്ക് ഡി യു ബൈ 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ക്യൂബിന് പകരം യു ഇ റേസ് ടു യു ഇൻറ്റു ഡി യു ബൈ 3 എന്ന് എഴുതാം. സോ 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു യു ഡി യു. സോ ആൻസർ വിൽ ബി 1/3 ഇ റേസ് ടു യു പ്ലസ് സി. 1/3 ഇൻറ്റു ഇ റേസ് ടു എക്സ് ക്യൂബ് പ്ലസ് സി. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട്
ആ ഇൻ്റഗ്രേഷൻ്റെ സംഭവങ്ങൾ എടുത്ത് ചെയ്യണം. കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, ഇതൊക്കെ ചിലപ്പോഴേ ചെയ്യാൻ സാധ്യതയുള്ളൂ, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ, എന്നാലും നമ്മളത് അറിഞ്ഞിരിക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തൊരു ഫോർമാറ്റാണ്, ഇതേ ടൈപ്പ് ഫോർമാറ്റ് തന്നെയാണ്, അത് ട്രിഗണോമെട്രീൻ്റെ സാധനങ്ങൾ വരും. ഇൻ്റഗ്രൽ 3x × cos x എന്ന് പറയുമ്പോൾ യു നമ്മൾ ഏതെടുക്കണം, sin x എടുക്കണം. അപ്പോൾ ഡി യു എന്ത് എഴുതണം, ഇറ്റ് വിൽ ബി du/dx എന്തോ cos x dx. ക്ലിയർ? അല്ലെങ്കിൽ ഡി യു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, cos x × dx എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ പകരം നമുക്ക് എന്ത് വരും, ഇറ്റ് വിൽ ബി u³ × du. cos x dxനെ നമ്മൾ എന്ത് ചെയ്യണം, du ആക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ u⁴/4 + c. യുവിന് പകരം സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sin⁴x / 4 + c. ക്ലിയർ? ഇതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ് സാധനങ്ങളാണ്. അപ്പം ആ യു എടുക്കുമ്പോൾ നമ്മൾ നോക്കിയെടുക്കണം. നമുക്ക് ഇൻ്റഗ്രേഷനിൽ തന്നെ കുറേ എണ്ണം സമ്മപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന രീതിയിലുള്ള പോർഷൻസ് വേണം എന്ത് ചെയ്യാൻ, എടുക്കാൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇൻ്റഗ്രൽ e⁻sin x × cos x dx ആകുമ്പോൾ നിങ്ങൾ ഏതെടുക്കുക, യു sin x ആണ് എടുക്കേണ്ടത്. കാരണം നമുക്ക് ഡി യു എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഇൻ്റഗ്രൽ ഡി യു എന്ന് പറഞ്ഞാൽ എത്രയാണ്, cos x dx കിട്ടും. ശരിയല്ല? അപ്പോൾ ഇവിടെ cos x dx കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യു sin x എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡി യു എന്ന് എഴുതാം, ഇൻ്റഗ്രൽ e⁻u. ആൻസർ ആയില്ല. അപ്പോൾ ലാസ്റ്റ് ആൻസർ ഇൻ്റഗ്രൽ u + c, അതായത് ഇൻ്റഗ്രൽ യുവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, sin x + c. ക്ലിയർ? അത് കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. ചിലപ്പോഴേ ചോദിക്കുള്ളൂ, പക്ഷേ ചെറിയ ചെറിയ പ്രോബ്ലം, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. യു എടുക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അധികം ചോദിച്ച് കണ്ടിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തായാലും പ്രോബ്ലം ഞാൻ ചെയ്യുമ്പോൾ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്താൽ മതിയാവും. അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം, കൊണ്ടുവരാം. ഓക്കെ, അതുപോലെ ഒരു 4 റിസൾട്ട്സ് ഉണ്ട്. അതായത് ഒരു ഇൻ്റഗ്രൽസ് തന്നെ അനദർ ടൈപ്പ് ഓഫ് ഫോമാണ് ഇൻ്റഗ്രൽ f'(x/f(x). ഡിനോമിനേറ്ററിൽ f(x)ഉം അതിൻ്റെ ഡിഫറൻഷ്യലായിരിക്കും മുകളിൽ ഉണ്ടാവുക. അതായത് ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ tan x dx എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം, ഇൻ്റഗ്രൽ sin x/cos x എന്ന് എഴുതണം. അതായത് നമ്മളിവിടെ യു ഇതെടുക്കുക, അപ്പോൾ യു ഇതെടുക്കുമ്പോൾ എന്ത് വരും, യു cos x എടുക്കുമ്പോൾ എന്ത് വരും, ഡി യു എന്ത് വരും, -x sin x dx വരും അല്ലേ. അപ്പോൾ -du = sin x dx എന്ന് എഴുതാമല്ലോ നമുക്ക്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, -d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, -du / u. അപ്പോൾ -du / u എന്ന് പറഞ്ഞാൽ -1/u ആണ്. അപ്പോൾ ഏതിൻ്റെയാണ്, log u, -log u + c. അപ്പോൾ -log of cos x. ക്ലിയർ? എളുപ്പമാണ്, പക്ഷെ നമുക്ക് ആ സ്പാർക്ക് കത്തണം. ഓക്കെ, അത് ഇതിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു 4 റിസൾട്ട് പറഞ്ഞുതരാൻ പറ്റുവാണെങ്കിൽ അത് പഠിച്ചോ. അതായത് ഇൻ്റഗ്രൽ tan x dx എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി log sec x + c. ഓക്കെ, ഇത് നമുക്ക് -log cos x എന്ന് എഴുതാം, അല്ലെങ്കിൽ log sec x എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ റിസൾട്ടാണ് ഇൻ്റഗ്രൽ cot x ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കിട്ടുന്നുണ്ടെങ്കിൽ log sin x ആണ് അതിൻ്റെ ആൻസർ. ഇതൊക്കെ പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ, പ്രശ്നമല്ല. പക്ഷേ കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാമല്ലോ. ഇൻ്റഗ്രേഷൻ തറവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ മുകളിൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊരു ബേസ് ആണ് എല്ലാത്തിൻ്റെയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തതാണ് ഇൻ്റഗ്രൽ sec x. അപ്പോൾ log sec x + tan x ആണ് അതിൻ്റെ ആൻസർ. അതുപോലെ ഇൻ്റഗ്രൽ cosecant x dx ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് log cosecant x - cot x + c. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് അതേ മെത്തേഡ്സ് നമുക്ക് ഇതും സോൾവ് ചെയ്യാം, ഈ 3 ഓക്കെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. സമയമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമല്ല, ഇത് പഠിച്ചു പോയാലും മതി. ഓക്കെ, പിന്നെ നേരത്തെ തന്നെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ ന്യൂമറിക്കൽസിൻ്റെ പോലെ തരാം. അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്.
നമുക്ക് ഏത് ഫോമാറ്റിലാണ് കണ്ടത്? ഇൻ്റഗ്രൽ എഫ് ഡാഷ് ടു എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സിൻ്റെ ഫോമാറ്റിലാണ്. അത് ഇതാണ് യു എടുക്കേണ്ടത്. എൻ്റെ ഇതിനെ ഡി യു എടുത്തു കഴിഞ്ഞാൽ ഈ ഫോമാറ്റിൽ കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ അതേപോലെ ഈ ഫോർമാറ്റിൽ ഇത് യു എടുക്കുക. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഡി യു എന്ന് പറഞ്ഞാൽ എന്താ? 2x dx. ഇതായില്ലേ? ഇത് ഡി യു ഫോർമാറ്റിൽ കിട്ടിയല്ലോ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഡി യു ബൈ യു. മിക്ക പ്രോബ്ലം ഈ ഡി യു ബൈ യു എന്നൊക്കെ വരിക, അതായത് ലോഗിലാണ് മിക്കതും ഇതിൻ്റെ ആൻസേഴ്സ് കാണാറ്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും ഡിനോമിനേറ്ററിലൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ യുവും കാര്യങ്ങളും ഉണ്ടാവും. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഡി യു ബൈ യു, അപ്പോൾ ലോഗ് യു. സോ ആൻസർ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ക്ലിയർ? ഈ ഒരു മെത്തേഡും കൂടി നമ്മൾ എന്ത് ചെയ്യാം? ഓർത്തെടുക്കണം. ഓക്കെ, ഇനിയുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രൽസ് ആണ്. അതായത് ഇതും നിങ്ങൾ ചെയ്തൊന്നും നിന്ന നടപടിയാവുന്ന കാര്യമല്ല, റിസൾട്ട് പഠിക്കാൻ പോവാം. ഓക്കെ, ഇൻ്റഗ്രൽ 1/√(a² - x² dx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി. അതുപോലെ രണ്ടാമതാണ് ഇൻ്റഗ്രൽ 1/a² + x² dx. Your answer will be tan inverse x/a plus c. ഓക്കെ, ഇതുപോലെ എല്ലാത്തിൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഇതും സോൾവ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ടീഡിയസ് പ്രോസസ്സ്. നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാത്തിനും ഇവിടെ എന്താ വെച്ചാൽ പുട്ട് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അതുപോലെ ഇവിടെ പുട്ട് ചെയ്യേണ്ട പുട്ട് എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ. ഇത് എക്സിന് പകരം ഇത് പുട്ട് ചെയ്ത് കഴിഞ്ഞത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതാണ് പറയുന്നതെങ്കിൽ ഇൻ്റഗ്രൽ 1/√(a² - a² sin² തീറ്റ എന്ന് വരും അല്ലേ? ഇൻറ്റു ഡി എക്സിന് പകരം എന്ത് വരും? നമ്മളിത് ഡി എക്സ് എടുക്കണം. അപ്പോൾ ഡി എക്സിന് പകരം ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇറ്റ് വിൽ ബി എ കോസ് തീറ്റ ഡി തീറ്റ ഇല്ല. അപ്പോൾ അതിന് പകരം എന്ത് വരും? കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. എന്നിട്ട് ഈ സാധനം എടുത്ത് ഇൻ്റഗ്രൽ കോസ് തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ a × (1 - sin²) എന്ന് എടുക്കും. എന്നിട്ട് അങ്ങനെ എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ കട്ടായപ്പോൾ ഇൻ്റഗ്രൽ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 - sin² തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കോസ് തീറ്റ. സോ ഇറ്റ് വിൽ ബി 1 എന്നാണ് കിട്ടുക. അപ്പോൾ 1 × ഡി തീറ്റ. അപ്പോൾ ആൻസർ എത്രയാണ്? തീറ്റ പ്ലസ് സി. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കിട്ടുക? ഇറ്റ് വിൽ ബി ഇതിൻ്റെ അകത്തുനിന്ന് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റയാണല്ലോ നമ്മൾ പുട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? x/a. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പോൾ പ്രൂഫ് വേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ റിസൾട്ട് പറ്റുവാണെങ്കിൽ പഠിച്ചു പോയിക്കോളൂ. ഓക്കെ, അതൊരു ടൈപ്പൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഓക്കെ, എന്തും വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ലിമിറ്റ് ആക്കിക്കോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയത്. ഇതുപോലത്തെ ഒരു മെത്തേഡാണ് ഇൻ്റഗ്രൽ (√(a² - x dx എന്ന് പറഞ്ഞ സാധനം. ഇതെന്താ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കോ. ഓക്കെ, അപ്പം അത് ചെയ്യേണ്ടത് നമ്മൾക്ക് എന്ത് ചെയ്താൽ അതിലും x = a sin തീറ്റിട്ട് അതിന് ആൻസർ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോ. അങ്ങനത്തെ ഒരു ടൈപ്പ്. ഓക്കെ, ഇനി അടുത്തൊരു സാധനമാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഓരോന്നും മുറിച്ച് ചെയ്യുക. അതായത് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത പോലെ തന്നെയാണ് സംഭവം. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ആണ്. എന്നൊരു ഇൻ്റഗ്രൽ യു ഇൻറ്റു വി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ അത് യു എടുക്കുക, ഇൻ്റഗ്രൽ വി ഡി എക്സ് എടുക്കുക, പിന്നെ ഇൻ്റഗ്രൽ ഓഫ് ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ്. ക്ലിയർ? വി ഡി എക്സ് ഡി എക്സ് ഈ ഫോമിൽ കൊടുത്ത് വയ്ക്കുക. ഇതാണ് അതിൻ്റെ ഫോമിൽ. അപ്പോൾ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുക. ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? യുവിന് സമയപകരം നമ്മളിവിടെയാണ് ആരെ വയ്ക്കുന്നത്? യുന്ന് പകരം എക്സ്, സൈൻ എക്സിന് പകരം വി. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ആദ്യം തന്നെ യു എഴുതണ്ടേ? അപ്പോൾ യു ആരാ? എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി എക്സ് അത് എത്രയാണ്? 1 തന്നെയല്ലേ?
1 ഇൻറ്റു ഇൻ്റഗ്രൽ വി ആരാ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ആൻസർ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് വെച്ചാൽ മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് വെച്ചാൽ മൈനസ് കോസ് എക്സ് ഡി എക്സ്. പക്ഷേ ഇവിടെ മൈനസ് കോസ് എക്സ് മാത്രമല്ല മാറേണ്ടത്, ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആവും. ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് സൈൻ എക്സ് പ്ലസ് സി. സോ അതാണ് ആൻസർ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. ക്ലിയർ? ഇങ്ങനത്തെ ചെറിയ ചെറുതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ഒരെണ്ണമാണ് ഇതുപോലെ സൈൻ എക്സിൻ്റെ മാത്രമല്ല ഇത് നമുക്ക് ലോഗിൻ്റെ ഇത് ചെയ്യാം. ഓക്കെ, ലോഗിൻ്റെ ആയാലും ഇ റേസ് ടു എക്സിൻ്റെ ആയാലും ഏതിൻ്റെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആയി നോക്കാം. ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് എങ്ങനെ ചെയ്യും? ഇൻ്റഗ്രൽ നമ്മൾ ആദ്യം ഇതൊന്ന് മാറ്റി എഴുതുക, ഇൻ്റഗ്രൽ ലോഗ് എക്സിന് ഡി എക്സ് എന്ന് എഴുതുക. എന്നിട്ട് ആദ്യം ലോഗ് എക്സ് യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ്. വി എന്ന് പറഞ്ഞാൽ എക്സ്, ഇതല്ല യുവും വി എടുക്കുന്നത്, ഇത് യു ഇത് വി അല്ലേ. പിന്നെ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ്, ഇൻ്റഗ്രൽ അഗെയിൻ ഡി എക്സ്. സോ ആൻസർ വിൽ ബി ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 എക്സ് ഡി എക്സ്. സോ ആൻസർ വിൽ ബി ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ എക്സ് ബൈ 2 ഡി എക്സ്. സോ ഇറ്റ് വിൽ ബി ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1 ബൈ 2 ഇൻ്റഗ്രൽ എക്സ് എന്ന് വെച്ചാൽ എത്രയാണ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. സോ അത് എക്സ് സ്ക്വയർ ബൈ 4. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി തുടങ്ങിയാണ് എക്സ് സ്ക്വയർ ബൈ 4. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ? അപ്പോൾ ഏത് പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെത്തേഡ്സിൽ ചെയ്യാം. ഓക്കെ, ഇനി ഇടയ്ക്ക് ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് വരാറുണ്ട്, അത് ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആണ്. ഓക്കെ, ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അതിന് മുമ്പ് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലോഗ് എക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓഫ് ലോഗ് എക്സ് ഇൻറ്റു 1 ഉണ്ടല്ലോ അവിടെ, അപ്പോൾ ഇൻറ്റു 1 ഡി എക്സ് എന്ന് എടുക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ഇത് യുവും ഇത് വിയും എടുക്കുക, ഇത് യുവും ഇത് വിയും എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഇൻ്റഗ്രൽ യു ഡി എക്സ് എന്ന് പറയുക ഇൻ്റഗ്രൽ എന്ത് ചെയ്യുക ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ്. വി ഡി എക്സ് എന്ന് വെച്ചാൽ 1 ഡി എക്സ്. സോ ആൻസർ വിൽ ബി ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. സോ ആൻസർ വിൽ ബി ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്. സോ ആൻസർ വിൽ ബി ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് സി. സോ ഇറ്റ് വിൽ ബി നിങ്ങൾ ഓപ്ഷനിൽ ഇങ്ങനെയാണ് കാണുക, എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി എന്ന് കാണും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അത് എന്തിൻ്റെ ഇൻ്റഗ്രലാണ്? ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രലാണ് എന്ത്? എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്? നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ കാര്യങ്ങളിൽ പഠിക്കാനുള്ളത്. ഇതാണ് നിങ്ങളുടെ ഈ ഇൻ്റഗ്രേഷൻ ഓഫ് ഫങ്ഷൻസ്, ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്ന സാധനം. ക്ലിയർ? അപ്പോൾ ഇത്രയും ഈ ഫസ്റ്റ് 2 വീഡിയോയിലുള്ളതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് സാധനം. ഇനിയുള്ള സാധനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ലാസ്റ്റ് 8th 1 ആണ് നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. അത് ഏരിയ ബൗണ്ടഡ് ബൈ എ കർവ്, അതുപോലെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ക്ലിയർ? ഇതിൻ്റെ അകത്തു നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചത്. 2 ചോദിക്കാറുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്തു നിന്നും ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് ആ ഏരിയ ബൗണ്ടഡ് ബൈ കർവ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ 7 മൊഡ്യൂൾ കഴിഞ്ഞ് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡീൽ ചെയ്യാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.